إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ 15-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം വിളിക്കുന്നതായി കാണാം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെട്ടു, എല്ലാവരും അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചാൽ അതിൽ മതമുള്ളവനും മതമില്ലാത്തവനും, ഈ ഭാഷ സംസാരിക്കുന്നവരും ഭാഷകൾ സംസാരിക്കാത്തവരും, പട്ടണത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവനാണെങ്കിലും ഏതൊരു മനുഷ്യനും അതിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. എന്താണ് പിന്നീട് പറഞ്ഞത്? അൻതുമുൽ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു ഗനിയായിട്ടുള്ളവൻ, മറ്റുള്ളവരെ ആശ്രയിക്കാത്തവൻ, എല്ലാത്തിനും പൂർണ്ണമായിട്ടും കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. അവനാകുന്നു ഹമീദും. സഹോദരങ്ങൾ, നിങ്ങൾ നോക്കൂ, നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഈ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ഹൃദയം, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസകോശം, സഹോദരങ്ങൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഇതിൽ മറ്റാർക്കും പങ്കില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നൽകിയതാണ് എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം ഒരു മുസ്ലിമിന് ആദ്യം വേണം. ആദ്യമായി കൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, സഹോദരങ്ങളെ, നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും, നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഓക്സിജൻ, നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഔദാര്യത്തിൽ നിന്നും നൽകിയതാണ്, അവന്റെ ഔദാര്യത്തിൽ നിന്നും മാത്രം നൽകിയതാണ് എന്നുള്ള ദൃഢവിശ്വാസം ഒരു മുസ്ലിമിന് ആദ്യം വേണമെന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. സഹോദര, നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് ആളുകളുള്ള ഈ പട്ടണത്തിൽ നിന്നും എത്ര ആളുകളാണ് മസ്ജിദിൽ ഈ സമയത്ത് എത്തിയിട്ടുള്ളത്? എത്ര ആളുകളാണ് ഇന്ന് സുബഹി നിസ്കാര ജമാഅത്തോടു കൂടി നിസ്കരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് സഹോദരൻ നമുക്ക് ആ തൗഫീഖ് ലഭിച്ചത്? ആരാണ് ഈ തൗഫീഖ് നൽകിയത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോകത്ത് 800 കോടി ജനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ വളരെ കുറച്ച് ആയിരങ്ങൾ, ലക്ഷങ്ങൾ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ്? ആരാണ് ഇതിനെ തെരഞ്ഞെടുത്തത്? ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ഹൂദിലെ 88-ാമത്തെ വചനത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങൾക്ക് ദഅവത്ത് നൽകിയതിന് ശേഷം ശ്രദ്ധിക്കണം, അവിടുന്ന് പറയുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ജനങ്ങളെ നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അളന്നു കൊടുക്കുമ്പോൾ കൃത്യമായി കൊണ്ട് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്, കഴിവിനനുസരിച്ച് പരമാവധി ഞാൻ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എന്റെ തൗഫീഖ്, എനിക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത്, അതിനുള്ള തൗഫീഖ് ലഭിച്ചത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമല്ലാതെയല്ല, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് എനിക്ക് തൗഫീഖ് ലഭിച്ചിട്ടുള്ളത്. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തിയ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളിൽ നിന്നും
ജനങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറയുന്നത്, അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വ ഇലൈഹി ഉനീബ്, അവനിലേക്കാകുന്നു എന്റെ മടക്കം. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? എനിക്ക് ലഭിച്ച ഈ തൗഫീഖ്, ഈ തൗഹീദ്, അതെന്റെ ബുദ്ധി കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ളത് ചിന്തിക്കാറുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ചെയ്യുന്ന ഈ കച്ചവടം, ഈ ബിസിനസ് സാമ്രാജ്യം, അതെന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് ആരെയും ചിന്തിക്കാറുണ്ടോ? പാടില്ല സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം നൽകിയതാണ്. എന്തുകൊണ്ട് സഹോദര മറ്റുള്ള അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ഈശ്വരവാദികളെ പോലെ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയില്ല? എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖാണ് അത് സഹോദരങ്ങളെ. നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഹുജറാത്തിലെ 7-8 വചനങ്ങളിൽ സ്വഹാബാക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാകിന്നല്ലാഹ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനെ ഇഷ്ടപ്പെടുത്തി നൽകി. ആരാണ് സഹോദരങ്ങളെ കൽബിൽ ഈമാനോടുള്ള ദീനിനോടുള്ള ഇഷ്ടമുണ്ടാക്കിയത്? നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാണോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഷ്ടമുണ്ടാക്കി നൽകി ഈമാനോട്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഈമാനിനെ, ദീനിനെ, നിസ്കാരത്തെ, തൗഹീദിനെ കൽബിൽ അലങ്കാരമാക്കി നൽകി. ആരാണ് നൽകിയത് സഹോദരങ്ങളെ? അള്ളാഹു സുബ്ഹാനഹു വ തആല. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ, തിന്മയോട്, ശിർക്കിനോട്, കുഫ്റിനോട്, ബിദ്അത്തിനോട്, അതുപോലെ തന്നെ പാപങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് ആരാണ്? നമ്മുടെ കൽബിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉലൈക ഹുമുർ റാഷിദൂൻ, ഇത് നൽകപ്പെട്ട ആളുകളാണ്. ഈ നന്മ കൽബിൽ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഈ തിന്മ കൽബിൽ വെറുത്ത ആളുകളാകുന്നു നേർമാർഗികൾ എന്ന് പറയണം. ഫദ്ലം മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിന്റെ ഔദാര്യമാകുന്നു അത്. അള്ളാഹുവിനുള്ള ഔദാര്യം. നിസ്കാരത്തിനുള്ള താല്പര്യം എവിടെ നിന്നുണ്ടായി സഹോദരങ്ങളെ? അള്ളാഹു തആല മനസ്സിലിട്ട് തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിൽ നൽകി. അത് എന്തിനാണ് നൽകിയത്? ഫദ്ലായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം മാത്രമാണ്. വ നിഅമ, അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു അലീമുൻ ഹകീമുമാകുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കൂ സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയതാണ് ഈമാൻ. ഈമാൻ യഥാർത്ഥത്തിൽ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. മുസ്ലിമായി കൊണ്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായി കൊണ്ട് മരിക്കാൻ സാധിക്കുകയില്ല. മുസ്ലിമുകളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കി എന്നതുകൊണ്ട് സഹോദരങ്ങൾ പരലോകത്തിൽ രക്ഷപ്പെടുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? രക്ഷപ്പെടുകയില്ല സഹോദരങ്ങളെ. മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ കൃത്യമായിക്കൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് വിശ്വസിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിമായി കണക്കാക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യം, ഈ ദീൻ, അത് വെറുതെ ലഭിച്ചതാണ് എന്നുള്ളത്? അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്നും ഔദാര്യത്തിൽ നിന്നും നമുക്ക് നൽകിയതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് ഈ തൗഫീഖ് ഊരിയെടുത്തതായി കാണാൻ സാധിക്കും. തൗഫീഖിനെതിരായിട്ടുള്ള കാര്യമാണ് അറബിയിൽ പറയും ഖിസ്ലാൻ എന്ന് പറയും. അതായത് നന്മകൾ ചെയ്യാനുള്ള അവസരമില്ലാതിരിക്കുക, തിന്മകൾക്കുള്ള അവസരങ്ങൾ കൂടി വരിക, തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, നന്മകൾക്കുള്ള കാരണങ്ങൾ മുടക്കി വെക്കുക. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 96-97 വചനങ്ങളിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഹഖ്ഖത അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. തീർച്ചയായിട്ടും ഒരു കൂട്ടർ, എന്താണ് അവരുടെ പ്രത്യേകത? ഹഖ്ഖത അലൈഹിം കലിമതു റബ്ബിക്, നിന്റെ റബ്ബിന്റെ വാക്ക് അവരുടെ മേൽ സ്ഥിരമായിരിക്കുന്നു. അത് അവർ വിശ്വസിക്കുകയില്ല, അവർ വിശ്വാസികളാവുകയില്ല എന്നുള്ള സ്ഥിരമായിരിക്കുന്നു. വലൗ ജാഅത്ഹും കുല്ലു ആയ, അവരുടെ അടുക്കൽ എല്ലാ ദൃഷ്ടാന്തവും വന്നാലും. സഹോദരങ്ങൾ, അതുകൊണ്ടല്ലേ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ അന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാക്കി പിളർത്തി കാണിച്ചു കൊടുത്തു, രണ്ട് മലകൾക്കിടയിൽ. വിശ്വസിച്ചോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാതെ ആർക്കും വിശ്വാസികളാകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങളിൽ നിന്നും കുറച്ചാളുകളല്ലാതെ മറ്റുള്ളവരെല്ലാവരും തന്നെ ശൈത്താനെ പിൻപറ്റിരുന്നേനെ. ശൈത്താനെ പിൻപറ്റുമായിരുന്നു സഹോദരങ്ങളെ നമ്മൾ, അള്ളാഹുവിന്റെ ഫദ്ൽ ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നമ്മൾ കൂടുതൽ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമായിരുന്നു സഹാബത്തിന് കൊടുത്ത തർബിയത്ത്. നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൾക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവർ എത്ര വയസ്സ് വരെയാണ് ജീവിച്ചത് സഹോദരങ്ങളെ? 20 ചില്ലാനം വയസ്സ്. പക്ഷെ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് എന്നുള്ളത്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന വലിയൊരു നസീഹത്തുണ്ട്, ഉപദേശമുണ്ട്. നമ്മൾ ഇത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. മക്കളോട് പല ഉപദേശങ്ങളും ഉപദേശിക്കാറുണ്ട്. ആരെല്ലാം തന്റെ മക്കളോട് ഇതുപോലുള്ള ഉപദേശങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം. എന്താണ് ആ ഉപദേശം? നമുക്ക് കാണാൻ സാധിക്കും, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഫാത്തിമ, ഏ ഫാത്തിമ, മാ യംനൗക അൻ തഖൂലി ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി, നിന്നെ എന്താണ് തടയുന്നത് രാവിലെയും വൈകുന്നേരമായാൽ ഈ ദുആ ചെല്ലാൻ? നിനക്ക് ഈ ഒരു ദുആ ചൊല്ലിക്കൂടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾക്ക് നൽകുന്ന ഉപദേശമാണ്. തന്റെ മകൾക്ക് നൽകുന്ന ഉപദേശമാണ്. ചില സഹോദരങ്ങൾ തന്റെ മക്കളെ ഉപദേശിക്കാർ പോലുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ വഴിപിഴച്ചാൽ, അവർ ദീനിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നീട് വിലപിക്കും. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ മക്കൾക്ക് നൽകേണ്ട ഉപദേശം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. അത് പഠിക്കണം, മക്കൾക്ക് ആ ഉപദേശം നൽകുക തന്നെ വേണം. എന്താണ് പറഞ്ഞത്? യാ ഹയ്യു യാ ഖയ്യൂം, നീ ദുആ രാവിലെയും വൈകുന്നേരവും ചെല്ലണം. നീ അത് പ്രാർത്ഥിക്കണം. ഈ ഒരു അദ്കാർ ജീവിതത്തിൽ സ്ഥിരമാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായ റബ്ബേ, ബിറഹ്മതിക, നിന്റെ റഹ്മത്തിനെ കൊണ്ട്, നിന്റെ കാരുണ്യത്തെ കൊണ്ട്, അസ്തഗീസു, നിന്നോട് സഹായം ചോദിക്കുകയാണ്. അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ് നിന്റെ റഹ്മത്തിനെ കൊണ്ട്. റബ്ബേ, നിന്നോട് സഹായം ചോദിക്കാണ്. എന്താണ് പറയുന്നത്? അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യത്തിനെയും നീ നന്നാക്കണമേ, ശരിയാക്കി നൽകണമേ. ചില ആളുകൾ പറയും, എന്ത് ചെയ്താലും ശരിയാകുന്നില്ല, എന്ത് പ്രവർത്തിച്ചിട്ടും അതിന് ഉപകാരം ലഭിക്കുന്നില്ല, കച്ചവടം ചെയ്താൽ ശരിയാകുന്നില്ല, ആളുകളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, നിസ്കാരം ലഭിക്കുന്നില്ല. സഹോദരങ്ങൾ, ഈ ദുആ ജീവിതത്തിൽ എത്ര ദിവസം നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്? ഇന്ന് രാവിലെ എത്ര പേർ ഇത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ദുആ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്താണ് പറഞ്ഞത്? അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യവും റബ്ബേ നീ ശരിയാക്കണമേ. വലാ തകിൽനി ഇലാ നഫ്സി, എന്നിലേക്ക് എന്റെ കാര്യങ്ങളെ റബ്ബേ നീ ഏൽപ്പിക്കരുതേ. എത്ര സമയം? തൊറഫത ഐൻ, കണ്ണീമ വെട്ടുന്ന സമയം പോലും റബ്ബേ എന്നിലേക്ക് നീ എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ദുആ രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്ത ഒരു മുസ്ലിമിന് പിന്നെ എന്തിനെയുണ്ട് സഹോദരങ്ങളെ പേടിക്കാൻ? പിന്നെ ആരെയുണ്ട് പേടിക്കാൻ? ആരുണ്ട് സഹോദരങ്ങളെ പ്രയാസപ്പെടുത്താൻ, ബുദ്ധിമുട്ടിപ്പിക്കാൻ? പിന്നെ എന്ത് നഷ്ടപ്പെട്ടാൽ എന്താ സഹോദരങ്ങളെ? അവനക്ക് പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിലേക്ക് മടങ്ങൂ സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങൂ, സുന്നത്തിലേക്ക് മടങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وآله وصحبه أجمعين. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് നൽകിയിട്ടുള്ള ഖൈറുകൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള ഖൈറുകൾ അല്ലാഹുവിൽ നിന്നുള്ള തൗഫീക്ക് മാത്രമാകുന്നു. പല ആളുകളും പറയുന്നതായി കാണാൻ സാധിക്കും, ഞാൻ പല രൂപത്തിൽ നിയ്യത്തുകൾ എടുക്കാറുണ്ട്. ഇന്ന ദിവസം ഇത്ര രൂപ സദഖ ചെയ്യും, ഇന്ന ദിവസം മുതൽ ഇന്നു മുതൽ 5 വക്തിന് മസ്ജിദിലുണ്ടായിരിക്കും, അതിനു മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ ഞാൻ ജീവിതത്തിൽ മുറ പോലെ സ്വീകരിക്കും, അത് ചെയ്യും, പ്രവർത്തിക്കും എന്നുള്ളതെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. ഇത്ര ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കും, ഇതെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അതിന് തൗഫീക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് അതിന് തൗഫീക്ക് ലഭിക്കാത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലും തൗഫീക്ക് ലഭിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിനും തൗഫീക്ക് ലഭിക്കാനുള്ള കാരണങ്ങൾ, അതിലുള്ള മാർഗങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ചില പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. തൗഫീക്ക് ലഭിക്കാനുള്ള 6 കാരണങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഇത് ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ, എന്നോട് നിങ്ങളോട് വസിയത്ത് നൽകുകയാണ്. ഒന്നാമത്തെ കാരണം സഹോദരങ്ങളെ, എന്താണോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടും ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ഉദാഹരണം, 5 വക്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ 5 വക്ത് ജമാഅത്ത് നിസ്കാരം ഇമാമിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള നല്ല നിയ്യത്ത് വെച്ചു. അത് എന്തിനു വേണ്ടിയാണ്? തന്റെ പരലോകത്തിന് വേണ്ടിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള
നീയത്ത്, ഇഖ്ലാസോട് കൂടിയുള്ള നീയത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ നീയത്തുകൾക്ക് അനുസരിച്ചാണ്, കരുതലുകൾക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തിനാണ്? ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തിനാണ്? എൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കാനാണോ? സഹോദരങ്ങൾ, വിട്ടുനിന്നാൽ അത് ലഭിക്കും. പക്ഷെ മറിച്ച് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം എന്തിനായിരിക്കണം? അള്ളാഹുന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കണം, അള്ളാഹുന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അനന്തമായിട്ടുള്ള സ്വർഗം അതെനിക്ക് ലഭിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നീയത്ത് ഒരു മുഅ്മിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടുണ്ട് നമുക്ക് ചോദിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, വഇദാ സഅലക ഇബാദി, അല്ലാഹുവിന്റെ റസൂലേ താങ്കളോട് എൻ്റെ അടിമകൾ അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തുണ്ട്. സഹോദരങ്ങളെ, എന്തിനു വേണ്ടി? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ചോദിച്ചാൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സമ്പത്തുള്ള ഒരു വ്യക്തി നമ്മോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും എൻ്റെ അടുക്ക് വന്നാൽ ഞാൻ നൽകാമെന്ന് സമ്പത്തുള്ള ഒരു വ്യക്തി, നാട്ടിൽ വലിയ സമ്പത്തുള്ള ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ പ്രയാസം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോവുകയില്ലേ? സഹോദരങ്ങൾ, ആകാശ ഭൂമികളുടെ ഗജാനകൾ അള്ളാഹുവിന്റെ അടുക്കലാണ്. റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്, റിസ്ക് കണക്കാക്കുന്നത് അള്ളാഹുവാണ്, സമ്പത്ത് നൽകുന്നത് അള്ളാഹുവാണ്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഉത്തരം നൽകാൻ ഞാനുണ്ട് എന്നുള്ളത്. സഹോദരങ്ങൾ, പിന്നെന്തിനാണ് മറ്റുള്ള ഖബറുകളിലേക്കും ബിംബങ്ങളിലേക്കും വിഗ്രഹങ്ങളിലേക്കും മുസ്ലിമേ നീ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന്റെ അടുത്ത് ദുആന് ഉത്തരം നൽകാൻ ഉണ്ടായിരിക്കെ പിന്നെ മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് എന്തിനൊരു മുസ്ലിം പോകണം? രാഷ്ട്രീയക്കാരുടെ അടുക്കലേക്ക്, സംഘടനാ നേതാക്കളുടെ അടുക്കലേക്ക്, വലിയ സമ്പത്തുള്ള ആളുകളുടെ അടുക്കലേക്ക്? സഹോദരാ, നീ അള്ളാഹുവിനോട് ചോദിക്ക്. അതൊന്നും പാടില്ല എന്നല്ല പറഞ്ഞത്. അതായത് ദുനിയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പാടില്ല എന്നല്ല പറഞ്ഞത്. ബിംബങ്ങളിലേക്കും ഖബറിലേക്കും പോകുന്നത് അത് ശിർക്കാണ്, കുഫ്റാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അതല്ലാത്ത ഭൗതികമായിട്ടുള്ള സമ്പത്തിലെ ആളുകളുടെ കടം ചോദിക്കുന്നത് ഇതൊന്നും തെറ്റാണ് എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു മുഅ്മിന് തന്റെ മനസ്സിൽ ആദ്യം വരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനോട് ആദ്യം ചോദിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു നൽകാത്ത നന്മ നമുക്കില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് നമുക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹു നൽകിയത് നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം ഒരു മുസ്ലിമിന് വേണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, തൗഫീഖ് ലഭിക്കാനുള്ള മൂന്നാമത്തെ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാര്യകാരണങ്ങൾ ബലമേൽപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ബലമേൽപ്പിക്കുക? കാര്യകാരണങ്ങൾ നമ്മൾ സ്വീകരിക്കും. രോഗം വരുമ്പോൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. അത് കാര്യകാരണങ്ങളാണ്. പക്ഷെ രോഗം മാറ്റുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ആ മരുന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം മാറ്റുന്നത്. ആ ഒരു കൃത്യമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവാണ് തൗഫീഖ് നൽകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിലെ 160-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിജയിക്കാൻ ആരുമില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ആരും തന്നെ ഇല്ല. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചാൽ നിങ്ങൾക്കെതിരെ നിൽക്കാൻ, നിങ്ങൾ അതിജയിക്കാൻ ആരും തന്നെ ഇല്ല. നിങ്ങൾ നോക്കൂ, അടുത്ത ആയത്തിൽ പറയുന്നത് നോക്കൂ, ഫമൻ ദല്ലദി വയഖ്ദുൽകും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കാനില്ലെങ്കിൽ ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി, അവർക്ക് ശേഷം ആരുണ്ട് സഹോദരങ്ങളെ നിങ്ങളെ സഹായിക്കാൻ? അല്ലാഹു കൈയൊഴിഞ്ഞു, പിന്നെ ആരുണ്ട് സഹോദരങ്ങളെ സഹായിക്കാൻ? ഇത് ചിന്തിക്കാത്തൊരു മുസ്ലിം എങ്ങനെ മുസ്ലിമാകും? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഹോദരൻ നമ്മളെ സഹായിക്കുന്നത്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ മേലിൽ മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്യട്ടെ, ബലമേൽപ്പിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മൂന്നാമത്തെ കാര്യം അല്ലാഹുൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും പല ആളുകളും പിഴച്ചു പോകാനുള്ള കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. എന്തായിരുന്നു അത്? ഇൽമു പഠിക്കാത്തൊരവസ്ഥ. ദീൻ പഠിക്കുക എന്നുള്ളത് തൗഫീഖ് ലഭിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. സ്വഹാബാക്കളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പല ആളുകളും തന്റെ ജോലികൾ മാറ്റിവെച്ച് ദീൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വഹാബാക്കൾ പല ആളുകളും, കൂടുതൽ സ്വഹാബാക്കൾ അപ്രകാരം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അല്ല എല്ലാവരും
എല്ലാ സ്വഹാബാക്കളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും വരുന്ന വഹ്യ് ഖുർആനും ഹദീസുകളും മനപ്പാഠമാക്കിയിരുന്നു. അത് പഠിച്ചിരുന്നു, അതനുസരിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഫൈനൽ ഇൽമ നൂറുൻ ലിസാഹിബിഹി വദിയാ, തീർച്ചയായിട്ടും അറിവ് എന്നുള്ളത്, ദീനിന്റെ ഇൽമു എന്നുള്ളത് അതിന്റെ ആൾക്ക് പ്രകാശമാകുന്നു. നാളെ പരലോകത്ത് അവന്റെ മുന്നിൽ പ്രകാശമുണ്ടായിരിക്കും. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ദീൻ പഠിച്ച പണ്ഡിതന്മാർ എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരമാവധി ദീൻ പഠിക്കുക എന്നുള്ളത് നമുക്ക് തൗഫീക്ക് ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗമായിട്ടാണ് പണ്ഡിതന്മാർ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട്, അൽഹംദുലില്ലാഹ്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അത് നന്മകൾക്ക് ഉപയോഗിക്കൂ സഹോദരങ്ങളെ, നന്മകൾക്ക് ഉപയോഗിക്കൂ, തിന്മകൾക്കല്ല, വിനോദങ്ങൾക്കല്ല, അത് നന്മകൾക്ക് ഉപയോഗിക്കൂ. ഖുർആന്റെ ഒരു ആയത്ത് ഒരു ദിവസം പഠിച്ചുകൂടെ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിനുള്ള അവസരം ഇപ്പോൾ ഇല്ലേ? ഈ മസ്ജിദിലുണ്ട്. നിങ്ങൾക്ക് വരാം, പഠിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഏത് ഇൽമും പഠിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് വരാം, പഠിക്കാൻ അവസരം ഇവിടെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മസ്ജിദുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്, നിങ്ങൾ പഠിക്കൂ. അള്ളാഹുവിനും തൗഫീഖിനെ ചോദിക്കൂ സഹോദരങ്ങളെ. അഞ്ചാമത്തെ കാര്യം എന്താണ്? നല്ല കൂട്ടുകെട്ട് എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകാരന്മാരുടെ കൂടെ നടക്കുക. അപ്പോൾ തൗഫീഖ് അധികരിക്കും. അവർ നന്മ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കാൻ, അതിൽ നമുക്ക് ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, തിന്മയുടെ അങ്ങാടിയിലിരിക്കുന്ന, തിന്മകളുടെ സ്ഥലത്ത് നിന്നും പരിചയപ്പെട്ട ആളുകൾ അവരുടെ കൂടെ നടന്നാൽ ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. മറിച്ച് മസ്ജിദിൽ വരുന്ന സഹോദരന്മാർ, 5 വക്ത് നിസ്കരിക്കുന്ന സഹോദരന്മാർ, 5 വക്തും ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന സഹോദരന്മാർ, തൗഹീദിലെ സഹോദരന്മാരുടെ കൂടെ നിങ്ങൾ കൂടി നോക്കൂ സഹോദരങ്ങളെ. ദുനിയാവും പരലോകവും രക്ഷപ്പെടും. ദുനിയാവും പരലോകവും നിങ്ങൾക്ക് ഖൈറായി മാറും എന്നുള്ളതാണ് യഥാർത്ഥ സൗഭാഗ്യം. നിങ്ങൾ അറിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരുപാട് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും അതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വിശദീകരിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് സഹോദരങ്ങൾ. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളെ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്, അതായത് ഉദാഹരണം പറഞ്ഞല്ലോ, 5 വക്ത് ജമാഅത്തായിക്കൊണ്ട് ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള നിയ്യത്ത് നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണം പരമാവധി. അതിനുവേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ, ജോലി തിരക്കും മറ്റു കാര്യങ്ങൾ മാറ്റിവെക്കുക. കച്ചവട സ്ഥാപനം അതിന് മുമ്പ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പൂട്ടിപ്പോവുക. നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബത്തിന്റെ കച്ചവടം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവിടുന്ന് അവർ ബാങ്ക് കേട്ടാൽ കച്ചവടം നിർത്തും, മസ്ജിദിൽ വരും, ഇമാമിനെ കാത്തു നിൽക്കും. സഹോദരനെ, ഇമാമിനെ കാത്തു നിൽക്കുന്ന സമയത്ത് നീ നിസ്കാരത്തിലാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. നിസ്കരിക്കുന്നില്ല യഥാർത്ഥത്തിൽ, പക്ഷെ നിസ്കാരത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇബാദത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ പേരിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഖൈറുകൾക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷർറുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഹറാമുകളിൽ നിന്നും ഷിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗഫീഖ് لرضاك ومعونة على طاعتك ولا تكلنا إلى أنفسنا طرفة عين إنك سميع الدعاء وأنت أهل الرجاء وأنت حسبنا ونعم الوكيل يا رب العالمين. اللهم انصر المسلمين في كل مكان. اللهم انصر المستضعفين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. ربنا آتنا في الدنيا حسنة وفي الآخرة